പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പ്രാചീന കാലം മുതൽ അന്വേഷണങ്ങളുടെ കളിത്തോഴനായിരുന്നു. കഴിക്കരുത് എന്ന് നിഷ്കർഷിക്കുന്നതെന്തും കഴിക്കണമെന്നും രുചിക്കണമെന്നും നമ്മൾ ആദ്യം കണ്ടത് ആദവും ഹവ്വയിലും ഒക്കെയല്ലേ? ശാസ്ത്രത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ചയിൽ ആതുര മേഖലയ്ക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത പലതും പിന്നീട് അവൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിച്ചിട്ടില്ലേ? ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളായി മാറിയിരിക്കുന്നതൊന്ന് സിന്തറ്റിക് ഡ്രഗ്സ് ആണല്ലോ. ലോകമെങ്ങും പുതിയ തലമുറ ലഹരിയുടെ പുറകെ പോകുമ്പോൾ നമ്മുടെ കൊച്ചു കേരളവും വ്യത്യസ്തമല്ല. എത്ര കിലോ കഞ്ചാവും ഹാഷിഷും ഹെറോയിനും MDMAയുമാണ് നാം പിടിച്ചെടുക്കുന്നത്? വളരെ കൂടുതൽ എന്ന് തോന്നുമെങ്കിലും ഉപയോഗത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ വളരെ ചെറിയ ശതമാനം മാത്രമാണത്. നമ്മുടെ സമൂഹത്തിലെ ഉന്നതന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നവരും ഉന്നത മേഖലയിൽ ജോലി ചെയ്യുന്നവരടക്കം ഈ ദൂഷിത വലയത്തിൽ, ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ വലയിൽ വീഴാറുണ്ട്. നാം നമ്മെ സംരക്ഷിക്കാൻ, നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാൻ, നല്ലൊരു ആരോഗ്യമുള്ള നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ, ഈ സമൂഹത്തെ നല്ലൊരു പുരോഗതിയിലേക്ക് നയിക്കുവാൻ നമുക്ക് ഒന്നിച്ചിറങ്ങേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയും വൈകണ്ട, നമുക്ക് ഒത്തുചേർന്ന് പറയാം, സേ നോ ടു ഡ്രഗ്സ്. നോട്ട് നൗ, നോട്ട് എവർ. എന്നോട് സംസാരിക്കാനും ലഹരി എന്ന മാരക വിപത്തിനെതിരായ കേരൻ ഷെയറിന്റെ പോരാട്ടത്തിൽ നന്ദി. നമസ്കാരം. ടോക്ക് ടു മമ്മൂക്ക. ഹലോ, നമസ്കാരം. ടോക്ക് ടു മമ്മൂക്കയുടെ ഓഫീസിൽ നിന്നാണേ. തൂഫാനിലേക്ക് ഒരു വിവരം നൽകാനുണ്ടായിരുന്നു. ഒരു രാജേഷിനോട് വിളിച്ചോ, ക്യാച്ചുണ്ട്. ഇതൊന്ന് അടിച്ചു നോക്കും. പൊളി മൂടും സാധന. PR-ല്ലേ ഹോസ്പിറ്റലിലെ പുള്ളി ഒന്ന് സാധന. എന്റെ പൊന്നളിയ 12 മണി തൊട്ട് കാഷ്വാലിറ്റിയാ, വേറെ പണി ഉണ്ടാക്കരുത്. ആളാ മാറി നിൽക്കണം. പോലീസാ ഫോണിങ് മേടിച്ച എന്താടാ ചോദിച്ചിട്ടില്ലേ? അടങ്ങടാ അവിടെ. സാറേ, ഇവനാണ് ആ കുട്ടിയെ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയത്. എന്താണ് എനിക്കറിയില്ല.
നിനക്ക് എവിടെ നിന്നാണ് തെറ്റിയത്? എനിക്കറിയില്ല. പറയടാ. ഒരു മാറി നിക്കടാ. നിനക്ക് കച്ചവടമല്ലേ? എന്താടാ ഇത്? അത് വേറെ എവിടെയൊക്കെ ഉണ്ട്? വേറെ ഒരിടത്തില്ല സാറേ, പ്ലീസ് രനീഷേ ആ സാറേ. പോയിട്ടായിരുന്നു പ്ലീസ് സാർ സാർ ഒന്നും ചെയ്തില്ല സാർ. 11 ഡ്യൂട്ടി ചെയ്യണ്ട സാർ. നടക്കണം അങ്ങോട്ട്. ഓപ്പറേഷൻ തുഫാൻ ഒരു കൊടുങ്കാറ്റായി കേരളത്തിലൊട്ടാകെ ആഞ്ഞടിക്കുകയാണ്. വരും തലമുറകളെ രക്ഷിക്കാനുള്ള ഒരു മഹാദൗത്യമാണിത്. ജീവിതം പുകഞ്ഞു തീരേണ്ടതല്ല, ജീവിതം ആസ്വദിക്കേണ്ടതാണ്. ജീവിതമാണ് ലഹരി. തീർച്ചയായും ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നേറ്റത്തിന് എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. വരും തലമുറകളെ രക്ഷിക്കാനുള്ള ഈ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം. ജനങ്ങളുടെ പിന്തുണയാണ് ഏറ്റവും ആവശ്യം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ മാഫിയകളെ തുരത്താം, കേരളത്തെ രക്ഷിക്കാം. ജയ് ഹിന്ദ്.